ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് LDC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻ ഇംഗ്ലീഷ് ആണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: വൺ വേർഡ് ഫോർ എ കളക്ഷൻ ഓഫ് ഷിപ്സ്. ഷിപ്സിന്റെ കളക്ഷന് പറയുന്ന വൺ വേർഡ് എന്താണ്? അപ്പൊ ഇതിനകത്ത് പറയുന്ന എന്താണ് വരുന്നത്? പാക്ക്, ക്ലസ്റ്റർ, ഫ്ലീറ്റ്, ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ കളക്ഷൻ ഓഫ് ഷിപ്സ് കഴിഞ്ഞ തവണ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി ചോദിച്ചതായിരുന്നു ഇത്. ഇതിന്റെ ആൻസർ ഏതാണ്? ഫ്ലീറ്റ് എന്ന് പറയുന്നതാണ്. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്നാണ് പറയുന്നത്. വൺ വേർഡ് ഫോർ ദ കളക്ഷൻ ഓഫ് ഷിപ്സ് ഈസ് ഫ്ലീറ്റ്. ചൂസ് ദ വേർഡ്സ് നിയറസ്റ്റ് ഇൻ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഫോർ ക്വസ്റ്റ്യൻസ്. ഏതൊക്കെയാണ് ദ വേർഡ്സ് നിയറസ്റ്റ് ഇൻ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് നോക്കാം. അവർ കോളേജ് ഈസ് വിത്തിൻ എ സ്റ്റോൺസ് ത്രോ ഫ്രം ഹിയർ. അവർ കോളേജ് ഈസ് വിത്തിൻ എ സ്റ്റോൺസ് ത്രോ ഫ്രം ഹിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റോൺസ് ത്രോ എന്ന് പറയുന്നതിന്റെ മീനിങ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ വെരി ഫാർ ഓഫ്, അറ്റ് എ വെരി ഷോർട്ട് ഡിസ്റ്റൻസ്, അതുപോലെ 2.5 miles അവേ, നൺ ഓഫ് ദ എബോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോൺസ് ത്രോയുടെ അപ്പുറത്താണ് എന്റെ കോളേജ് എന്ന് പറഞ്ഞാൽ അറ്റ് എ വെരി ഷോർട്ട് ഡിസ്റ്റൻസ് എന്നാണ്, വളരെ അടുത്താണെന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അറ്റ് എ വെരി ഷോർട്ട് ഡിസ്റ്റൻസ്. He took to heart the death of his sister. He took to heart the death of his sister. Was unmoved by, was ignorant about, learned about, was deeply affected by. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? He took to heart. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരാളോട് പറയുമ്പോൾ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇൻ ടു ഹാർട്ട് എന്നൊക്കെ പറയില്ലേ, പ്ലീസ് ഡോണ്ട് ടേക്ക് ദാറ്റ് ഇൻ ടു ഹാർട്ട് എന്നൊക്കെ പറയും. അപ്പം അത് മൈൻഡ് ചെയ്യരുത്, അത് വിഷമിപ്പിക്കരുത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് മനസ്സിൽ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് അത് കൺസിഡർ ചെയ്യരുതെന്ന്. അപ്പം ഇവിടെ പറഞ്ഞിരുന്ന ഹി ടുക്ക് ടു ഹാർട്ട് ഡെത്ത് ഓഫ് ഹിസ് സിസ്റ്ററിന്റെ അർത്ഥം എന്താണ്? വാസ് ഡീപ്ലി അഫക്റ്റഡ് ബൈ. ഹി ടുക്ക് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് പാസ്റ്റ് ടെൻസിലാണ്. ഹി വാസ് ഡീപ്ലി അഫക്റ്റഡ് ബൈ ദ ഡെത്ത് ഓഫ് ഹിസ് സിസ്റ്റർ. I feel dash about what happened. I feel dash about what happened. ഇപ്പം എന്താണോ സംഭവിച്ചത് അതിനെപ്പറ്റി ഞാൻ ഖേദിക്കുന്നു അല്ലേ, അതിൽ എനിക്ക് എന്താണ് ഖേദം തോന്നുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ വേഴ്സ്, ബാഡ്, വേഴ്സ്റ്റ്, നൺ ഓഫ് ദ എബോവ്. അപ്പം അതിലേതാണ് വരുന്നത്? ബാഡ് മതി. അതായത് വേഴ്സ് എന്നോ അല്ലെങ്കിൽ വേഴ്സ്റ്റ് എന്നോ പറയേണ്ട, അല്ലെങ്കിൽ ആ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോ ഒന്നും പറയേണ്ട കാര്യമില്ല ഇവിടെ. അപ്പൊ എന്തു മതി? ബാഡ്. ഐ ഫീൽ ബാഡ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ്. സംഭവിച്ചതിനെ പറ്റി എനിക്ക് മോശം തോന്നുന്നു എന്നാണ്. വാട്ട് ഈസ് എ പേഴ്സൺ കോൾഡ് വെൻ ഹി ഈസ് റിക്കവറിംഗ് ഫ്രം ആൻ ഇൽനെസ്? What is a person called when he is recovering from an illness? അപ്പോൾ ഒരു വലിയൊരു അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്യുവാണ് ഒരു പേഴ്സൺ, അദ്ദേഹത്തെ എന്താണ് പറയുക? ആ ഒരു ടേം, അതായത് ഇഗ്നോറാമസ്, കൺവലസെന്റ്, എപ്പിഡെമിക്, അരോഗന്റ്, ഇതിലേതാണ് വരാം? അപ്പൊ ഇതിനകത്ത് ഈ ഒരു ആൻസർ അറിയില്ലെങ്കിൽ പോലും നമുക്ക് എലിമിനേഷൻ മെത്തേഡൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയുന്നതാണ് എപ്പിഡമിക് എന്ന് പറയുന്നത് ആ ഒരു രോഗത്തിന്റെ കാര്യമാണ് അല്ലെ, പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധിയുടെ കാര്യമാണ് എപ്പിഡമിക് വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അരഗന്റ് എന്ന് പറയുന്നത് തെറ്റായിരിക്കും. ഒരു ഇൽനസിൽ നിന്ന് വരുന്ന ഒരാൾ അരഗന്റ് എന്ന് പറയുന്നതും തെറ്റായിട്ട് അപ്പം തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഇഗ്നോറാമസ്, അതുപോലെ കോൺവലസെന്റ് എന്നുണ്ട്. അപ്പൊ ഇഗ്നോറാമൻസ് എന്ന് പറയുമ്പോൾ ഇഗ്നോറൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കോൺവലസെന്റ് എന്നാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ഏതാണ്? റിക്കവറിംഗ് ഫ്രം ഇൽനെസ്. റിക്കവറിംഗ് ഫ്രം ഇൽനെസ് എന്ന് പറയുന്നത് കോൺവലസെന്റ് എന്നുള്ളത് ഓർക്കുക. ഇനി ഇപ്പോൾ ഇഗ്നോറാമസ് എന്നുള്ളതിന്റെ അർത്ഥം കൂടി ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയിടാം. ഒരു ഇഗ്നോറായ അല്ലെങ്കിൽ ഇഗ്നോറന്റ് ആയ അല്ലെങ്കിൽ ഒരു സ്റ്റുപ്പിഡ് പേഴ്സൺ, അതിനെയാണ് നമ്മൾ ഇഗ്നോറാമസ് എന്ന് പറയുന്നത്. വിഡ്ഢി എന്നുള്ളൊരു മീനിങ്ങിൽ, അറിവില്ലാത്ത എന്നുള്ള മീനിങ്ങിൽ. ഐ സേ മൈ പ്രേയേഴ്സ് ഡാഷ് ഐ സ്ലീപ്. I say my prayers dash I sleep. എന്താണ് ഇവിടെ വേണ്ടത്? while, after, when, before. I say my sleep after I sleep എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അല്ലെ. അത് while I sleep, അതായത് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എന്നുള്ളതല്ല. പിന്നെ ബിഫോർ ഐ സ്ലീപ്പ്, അതുപോലെ വെൻ ഐ സ്ലീപ്പ്, അത് രണ്ടുമാണ് പിന്നെ വരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ശരിക്കുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഐ സേ മൈ പ്രേയേഴ്സ്
ബിഫോർ ഐ സ്ലീപ്പ് ആണ്. ബിഫോർ ഐ സ്ലീപ്പ്. വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നല്ല. ഐ സേ മൈ പ്രേയേഴ്സ് ബിഫോർ ഐ സ്ലീപ്പ്. The higher you climb a Himalayan peak, dash you feel. The higher you climb a Himalayan peak, dash you feel. അപ്പോൾ ഒരു ഹിമാലയൻ ഒരു കൊടുമുടിയിലേക്ക് കയറുവാന്ന് വിചാരിക്കുക. അപ്പോൾ ഒരുപാട് ഉയരത്തിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? അപ്പോൾ ഉയരത്തിലേക്ക് പോകും തോറും അപ്പോൾ അതവിടെ ഹയർ എന്ന് പ്രത്യേകം പറഞ്ഞു. ഹയർ. അപ്പോൾ ഇവിടെ ദ മോസ്റ്റ് കോൾഡ് യു ഫീൽ, ദ കോൾഡർ യു ഫീൽ, പിന്നെ കോൾഡർ യു ഫീൽ. ഇവിടെ ദ കോൾഡർ ഉണ്ട്, ഇവിടെ എന്താണ് കോൾഡർ, മോർ കോൾഡ്. അപ്പൊ ഇവിടെ എന്താണ് ദ ഹയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇവിടെ വരുന്നത്? ദ ഹയർ യു ക്ലൈംബ് എ ഹിമാലയൻ പീക്ക്, ദ കോൾഡർ യു ഫീൽ. അതാണ് കറക്റ്റ് വരുന്നത്. The workers were full of applause for the new policy of the management. The workers were full of applause for the new policy of the management. Approval, adulation, praise, eulogy. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ് ഈ ഒരു അപ്ലോസ് എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് എന്താണ്. അപ്പോൾ മാനേജ്മെന്റ് കൊണ്ടുവന്ന ആ ന്യൂ പോളിസി എന്ന് പറയുന്നത് എല്ലാവരും എന്താണ് അപ്ലോസ് ചെയ്തു എന്ന് പറയുന്നതിൽ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ചെയ്തു എന്നാണ് അല്ലെ. എല്ലാവരും അതിനെ ആ ഒരു തൊഴിലാളികൾ എല്ലാവരും അതിനെ എന്താണ് പ്രശംസിച്ചു എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പം അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇതായതുകൊണ്ടാണ്. ഇനി അഡുലേഷൻ. ഇപ്പൊ അഡുലേഷൻ എന്ന് പറയുന്നാലും പ്രൈസ് തന്നെയാണ് ഇതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. പക്ഷെ ഇവിടെ വരുന്നത് എക്സസീവായ, അതായത് വളരെയധികം എന്നുള്ളൊരു മീനിങ് ആണ്. എക്സസീവ് ആയിട്ടുള്ള പ്രൈസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സസീവായിട്ട് ഒരാളെ അഡ്മയർ ചെയ്യുക, അഡ്മിറേഷൻ, അതൊക്കെയാണ് എന്ത് അഡുലേഷൻ എന്ന് പറഞ്ഞത്. ഇനി ഇപ്പോൾ ഈ അപ്രൂവൽ എന്നുള്ളതിൻ്റെ ഒരു മീനിങ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ യുവോളജി എന്ന് പറഞ്ഞാൽ ഇപ്പം അതും ഒരു പ്രൈസ് പോലെ തന്നെ, അതായത് ഇപ്പം ആരെയെങ്കിലും നമ്മൾ പുകഴ്ത്താൻ വേണ്ടി, പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പീച്ച് നടത്തുന്നു, ഒരു പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ പറ്റി എഴുതുന്നു. ഓക്കെ, അപ്പൊ അതാണ് എന്ത് പറയുന്നത്, അല്ലെ ഒരാളെ പ്രൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുകയോ പറയുകയോ ചെയ്യുന്ന ആ ഒരു സംഭവം, അതാണ് എന്ത് യുവോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് റൈറ്റിംഗ്, അതാണ് യുവോളജി എന്ന് പറയുന്നത്. ഓക്കെ, ടു പ്രൈസ്. അപ്പൊ ഇത് മൂന്നും പ്രൈസിനെ സംബന്ധിച്ച് തന്നെ ആയിരുന്നു. അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലാക്കുക. എക്സസീവ് പ്രൈസും ഒന്നും നമുക്ക് വേണ്ട, എന്തു മതി, ജസ്റ്റ് പ്രൈസ് മാത്രം മതി. സോനു ഈസ് ആൻ ഇൻവെറ്ററേറ്റ് ലയർ. സോനു ഈസ് ആൻ ഇൻവെറ്ററേറ്റ് ലയർ. എന്താണ് ഇൻവെറ്ററേറ്റ് ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എഫക്റ്റീവ്, ഹാബിച്വൽ, ഫ്രീക്വൻറ്റ്, ഫെമിലിയർ. അപ്പോൾ ഈ ഒരു ഇൻവെറ്ററേറ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും, അതായത് അവൻ്റെ അത് ശീലമായിപ്പോയി, അതായത് ലയർ ഇന്നോണ പറയുക എന്നുള്ളത് ശീലമായിപ്പോയി. സോ ഹീ ഈസ് എ ഹാബിച്വൽ ലയർ. ഹാബിച്വൽ ലയർ. സോനു ഈസ് ആൻ ഇൻവെറ്ററേറ്റ് ലയർ. I watch television dash I have nothing to do. I watch television dash I have nothing to do. എന്താണ് when I have nothing to do. ഇപ്പോൾ ഇവിടെ where എന്തായാലും തെറ്റാണ്, then തെറ്റാണ്, now തെറ്റാണ്. പറഞ്ഞു നോക്കും, വലിയ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ എല്ലാവരും ഐഡന്റിഫൈ ചെയ്യും. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. I watch television when I have nothing to do. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ടെലിവിഷൻ കാണുന്നതാണ്. ഫ്രാട്രിസൈഡീസ്. ഫ്രാട്രിസൈഡീസ് എന്ന് വെച്ചാൽ എന്താണ്? കില്ലിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്, അതുപോലെ കില്ലിംഗ് ഓഫ് ഫാദർ, കില്ലിംഗ് ഓഫ് മദർ, കില്ലിംഗ് ഓഫ് ബ്രദർ ആൻഡ് സിസ്റ്റർ. അപ്പോൾ ഈ ഫ്രാട്രിസൈഡ് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിച്ചോളുക. എന്താണ്? കില്ലിംഗ് ഓഫ് ബ്രദർ ഓർ സിസ്റ്റർ ആണ്. കില്ലിംഗ് ഓഫ് ബ്രദർ ഓർ സിസ്റ്ററിനാണ് ഫ്രാട്രിസൈഡ് എന്ന് പറയുന്നത്. ഇനി കില്ലിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന വാക്ക് എന്താണ്? മർഡർ അല്ലെ, മർഡർ എന്ന് പറയും. അല്ലെങ്കിൽ വേറൊരു ടേമാണ് ഹോമിസൈഡ്. ഹോമിസൈഡ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി കില്ലിംഗ് ഓഫ് ഫാദറിന് അതിനൊരു വൺ വേർഡ് ഉണ്ട്. അതെന്താണ്? പാട്രിസൈഡ്. എന്താണ്? പാട്രിസൈഡ്. ഇപ്പൊ കില്ലിംഗ് ഓഫ് മദർ എന്തായിരിക്കും? മാട്രിസൈഡ്. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് നോക്കി വെച്ചോളുക. കില്ലിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്, കില്ലിംഗ് ഓഫ് ഫാദർ, കില്ലിംഗ് ഓഫ് മദർ, കില്ലിംഗ് ഓഫ് ബ്രദർ ഓർ സിസ്റ്റർ. അപ്പൊ അതാണ് ഫ്രാട്രിസൈഡ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വൂൾ ഗ്യാദറിംഗ് മീൻസ്.
വൂൾ ഗ്യാതറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ വൂൾ ഗ്യാതറിംഗ് അതിന്റെ വേർഡ് മീനിങ് മാത്രം നോക്കുവാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാവുന്നത് ടു ഗ്യാദർ വൂൾ ഫ്രം ഷീപ്പ് എന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഡേ ഡ്രീമിംഗ് കൊടുത്തിട്ടുണ്ട്, നൈറ്റ് മെയർ കൊടുത്തിട്ടുണ്ട്, നൺ ഓഫ് ദ എബോവ്. ഇപ്പോൾ വൂൾ ഗ്യാതറിംഗ് എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു ഇഡിയമാണ്. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ്, ശരിക്കും വേർഡ് മീനിങ് അല്ല വരുന്നത്. അതിന്റെ ആൻസർ വരുന്നത് ഡേ ഡ്രീമിംഗ് ആണ്. അതായത് ഒരു എയിംലെസ് ആയിട്ടുള്ള ഒരു ചിന്തയിലിരിക്കുന്ന ഒരു ആള്, അല്ലെങ്കിൽ ഒരു ആബ്സെന്റ് മൈൻഡഡ്നെസ് എന്നൊക്കെ പറയുമല്ലോ, അതാണ് വരുന്നത് വൂൾ ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാക്ക് ഓർത്തു വയ്ക്കുക. ഇഡിയമാണ് ഇവിടെ വരുന്നത്. അടുത്തത് എപ്പിലോഗീസ്. എന്താണ് എപ്പിലോഗ് എന്ന് പറയുന്നത്? അപ്പോൾ ഇൻട്രൊഡക്ടറി പാർട്ട് ഓഫ് എ ലിറ്റററി വർക്ക് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറി ലൈൻ ഓഫ് എ ലിറ്റററി വർക്ക് കൊടുത്തിട്ടുണ്ട്, കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് എ ലിറ്റററി വർക്ക്, സിനോപ്സിസ് ഓഫ് എ ലിറ്റററി വർക്ക്. അപ്പോൾ പ്രധാനമായിട്ടും എല്ലാവർക്കും ഡൗട്ട് വരിക ഈ ഇൻട്രൊഡക്ടറി പാർട്ടാണോ അതോ കൺക്ലൂഡിംഗ് പാർട്ടാണോ എന്നാണ്. അപ്പോൾ ശരിക്കും ഏതാണ് എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ ദ കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് എ ലിറ്റററി വർക്കാണ്. എന്താണ് കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് എ ലിറ്റററി വർക്കാണ് എന്തെന്ന് പറയുന്നത്? ഈ എപ്പിലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ ഇൻട്രൊഡക്ടറി സെക്ഷൻ പറയുന്ന പേരെന്ന് പറയുന്നത് പ്രോലോഗ് എന്നാണ് കേട്ടോ. പ്രോലോഗ്. ഓക്കെ, അടുത്തത് ഹോർട്ടിക്കൾച്ചർ ഈസ് വൺ. ആക്ച്വലി ഹോർട്ടിക്കൾച്ചർ ചെയ്യുന്ന ആൾ എന്നുള്ളൊരു മീനിങ്ങിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹോർട്ടിക്കൾച്ചർ ഈസ് വൺ ഹു പ്രിറ്റൻസ് ടു ബി ഗുഡ്, ഹു ഈസ് വെരി കൾച്ചേർഡ്, ഹു ഗ്രോസ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്, നൺ ഓഫ് ദ അബോവ്. അപ്പോൾ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ അത് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് അല്ലേ. ഹു ഗ്രോസ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് ഇവിടെ മാച്ച് ആയിട്ട് വരുന്നത്. പെഡസ്ട്രിയൻ ഈസ്, പെഡസ്ട്രിയൻ the one who makes speeches, one who is devoted to a party, one who walks along the street, one who loves mankind. Pedestrian എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാരനാണ്. അപ്പോൾ one who walks along the street ആണ് ഇവിടെ ആൻസർ വരിക. The opposite of ascent is, opposite of ascent, ascentന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിസെൻഡ് ആണ് ഓപ്പോസിറ്റ് വരാം. എന്താണ്? ഡിസെൻഡ്. ഇപ്പോൾ അസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയറുക അല്ലെങ്കിൽ ആരോഹണം എന്നുള്ളൊരു മീനിങ് ആണ് അസെൻറ്റിന് വരുന്നത്. ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരോഹണം അല്ലെങ്കിൽ ഇറങ്ങുക എന്നൊരു മീനിങ് ആണ് വരാം. ഇനി എന്താണ് ഡിട്രാക്ട് എന്ന് പറഞ്ഞത്? ഓക്കെ, ഇപ്പോൾ ഡിട്രാക്ട് എന്ന് പറയുന്നത്, അതുപോലെ റീട്രീറ്റ്, ഡീറേഞ്ച്, അങ്ങനെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെയും കൂടി ഒരു ആൻസർ നമുക്ക് നോക്കാം. ഇപ്പം ഡിട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിൻ്റെയെങ്കിലും ഒരു വാല്യൂ അത് കുറയ്ക്കുന്നതിനാണ് ഡിട്രാക്ട് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യുക, അങ്ങനെയും ഒരു മീനിങ് അതിനകത്ത് ഡിട്രാക്ട് ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇനി പറയാനുള്ളത് ഡി റേഞ്ച്, അതിൻ്റെ ഒപ്പം തന്നെ പറയാവുന്ന ഒന്നാണ് എന്ത്? ഡി റേഞ്ച് എന്ന് പറയുന്നത്. ഡി റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡ് അല്ലെങ്കിൽ ഇൻസെയിൻ എന്നുള്ളൊരു മീനിങ് ആണ് ഡി റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ നമുക്ക് അതായത് ഒരാളെ ഡിസ്റ്റർബ് ആക്കുക അല്ലെങ്കിൽ മാഡാക്കുക, ഇൻസെയിൻ ആക്കുക, ആ ഒരു മീനിങ്ങിലാണ് വരുന്നത്. പിന്നെ റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ്? ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു യുദ്ധത്തിനകത്താണെങ്കിൽ അവർ തോൽക്കപ്പെട്ടു, അതായത് എതിർ ശക്തിയുടെ എതിർ ഭാഗത്തിൻ്റെയോ വളരെ ശക്തിപരമായിട്ടുള്ള മുന്നോട്ടത്തിൽ എന്ത് ചെയ്തു? തോറ്റു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? റീട്രീറ്റ് ചെയ്യുന്നു, അത് വിഡ്രോ ചെയ്തു, ആ എനിമി എന്ന് വിഡ്രോ ചെയ്യുക എന്നൊരു മീനിങ് ഒക്കെ ഉണ്ട് റീട്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു അർത്ഥം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നോർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡിസെൻറ്റ് ആണ്. ഈ ഓരോന്നിൻ്റെ അർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നോക്ടേർണൽ റിലേറ്റ്സ് ടു, നോക്ടേർണൽ റിലേറ്റ്സ് ടു, നോക്ടേർണൽ എന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈം എന്നാണ് അല്ലേ, രാത്രി കാലവുമായി ബന്ധപ്പെട്ടാണ് ഈ നോക്ടേർണൽ എന്ന് പറഞ്ഞ ടേം വരുന്നത്. ഹി ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ ഡാഷ് ഈസ് അവൈലബിൾ. ഇപ്പോൾ ഇവിടെ നോക്കുക, വിച്ച് ഈസ് അവൈലബിൾ, ദാറ്റ് ഈസ് അവൈലബിൾ, ഹൂം ഈസ് അവൈലബിൾ, വാട്ട് ഈസ് അവൈലബിൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കത് മനസ്സിലാവും, പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണിത്. ഹി ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ ദാറ്റ് ഈസ് അവൈലബിൾ. ഹൂം ഈസ് അവൈലബിൾ അല്ല വേണ്ടത്, ഹി ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ ദാറ്റ് ഈസ് അവൈലബിൾ. ഐ വുഡ് ഹറി അപ്പ്
if I dash you. I would hurry up if I dash you. ഇപ്പം ഞാൻ നീ ആയിരുന്നെങ്കിൽ ഞാൻ എന്താണ് പെട്ടെന്ന് ആയനെ അല്ലെങ്കിൽ ധൃതിയിൽ റെഡി ആയേനെ എന്നുള്ള മീനിങ് ആണ് അല്ലെ. ഐ വുഡ് ഹറി അപ്പ്, ഞാൻ ധൃതി പിടിച്ചേനെ. അല്ലെ ഐ വെയർ യു ആണ് വേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഐ വുഡ് ഹറി അപ്പ് ഇഫ് ഐ വെയർ യു. The doctor said that the wound on the patient's head was one that would cause death. The doctor said that the wound on the patient's head, ആ പേഷ്യൻറ്റിൻ്റെ തലയിലുള്ള ആ മുറിവ് എന്ന് പറയുന്നത് that one that would cause death, മരണത്തിന് കാരണമായേക്കാവുന്ന ഒരു മുറിവാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് സീരിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു മീനിങ്ങിലേക്ക് വരുന്നില്ല അല്ലേ, മരണത്തിന് ഹേതുവാവുന്ന ആ ഒരു മീനിങ്ങിലേക്ക് വരുന്നില്ല. ക്രോണിക്, ഡേഞ്ചറസ്, ഇതിൻ്റെ ആൻസർ വരുന്നത് ഫേറ്റൽ ആണ്. അതായത് വൺ ദാറ്റ് വുഡ് കോസ് ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്, ഫേറ്റൽ എന്നാണ് അതിൻ്റെ മീനിങ്, ഫേറ്റൽ. He has burned his fingers by attacking a constable. ഇപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഇതൊരു ഇഡിയോ ആണ്. ഹി ഹാസ് ബേൺഡ് ഹിസ് ഫിംഗേഴ്സ് ബൈ അറ്റാക്കിങ് എ കോൺസ്റ്റബിൾ. ഒരു കോൺസ്റ്റബിളിനെ ആക്രമിക്കുന്നതോടുകൂടി ഹി ഹാസ് ബേൺഡ് ഹിസ് ഫിംഗേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ഹാഡ് എ ബേൺ ഇഞ്ചുറി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും കറക്റ്റ് അല്ല, ആ വേർഡ് മീനിങ് അല്ല ഇവിടെ വരേണ്ടത്. ഇവിടെ എന്താണ്, ഇഡിയമാണ് വരുന്നത്. സോ ഗോട്ട് ഹിംസെൽഫ് ഇൻ ടു ട്രബിൾ ആണ് ഇവിടെ ആൻസർ വരിക. ഗോട്ട് ഹിംസെൽഫ് ഇൻ ടു ട്രബിൾ. ഹി ഹാസ് ഗോട്ട് ഹിംസെൽഫ് ഇൻ ടു ട്രബിൾ ബൈ അറ്റാക്കിങ് എ കോൺസ്റ്റബിൾ. അടുത്തത്, ദ സെലിബ്രേറ്റഡ് പെയിൻറ്റേഴ്സ് വർക്ക്സ് ഹാവ് ബീൻ സോൾഡ് ഫോർ എ സോങ്. അപ്പോൾ ഇവിടെയും ഒരു കാര്യം ഓർക്കുക, ഇത് വെറുതെ വേർഡ് മീനിങ് നോക്കിയാൽ തെറ്റിപ്പോവും. എന്താണ് ഇവിടെ സോൾഡ് ഫോർ എ സോങ്? അപ്പോൾ അറ്റ് എ വെരി ഹൈ പ്രൈസ്, സെലിബ്രേറ്റഡ് പെയിൻറ്റേഴ്സ് വർക്ക്സ് ഹാവ് ബീൻ സോൾഡ് ഫോർ എ സോങ്. അറ്റ് എ വെരി ഹൈ പ്രൈസിൽ വിറ്റഴിഞ്ഞു. അദ്ദേഹം വളരെ പ്രശസ്തനായ ചിത്രകാരനാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ വർക്ക്സ് ഒക്കെ എന്താണ്, ഹാവ് ബീൻ സോൾഡ് ഫോർ എ സോങ് എന്ന് പറഞ്ഞിരിക്കുന്നു. വെരി ഹൈ പ്രൈസ് ആണോ, വെരി ലോ പ്രൈസ് ആണോ, ഇൻ എക്സ്ചേഞ്ച് ഓഫ് എ സോങ്, അതാണ് സോൾഡ് ഫോർ എ സോങ് എന്ന് പറയുമ്പോൾ വേർഡ് മീനിങ് എടുത്താൽ ചിലപ്പോൾ അത് തോന്നും അല്ലേ, അതല്ല. എലോങ് വിത്ത് എ ഫ്രീ സോങ്, അതുമല്ല. അപ്പോൾ വെരി ഹൈ പ്രൈസ് ആണോ, വെരി ലോ പ്രൈസ് ആണോ, ആ ഒരു രീതിയിലാണ് നമുക്ക് ആലോചിക്കേണ്ടത്. സോ ഇറ്റ് വാസ് ജസ്റ്റ് സോൾഡ് ഫോർ എ സോങ്. അങ്ങനെ ഒരു സിമ്പിളായിട്ട് സില്ലി ആയിട്ട് പറയുവാണ്, അറ്റ് എ വെരി ലോ പ്രൈസ്. ഓക്കെ, ഫിലാന്ത്രോപ്പിസ്റ്റ് ഈസ് എ, ആരാണ് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്? ഹു ഹേറ്റ്സ് എവരിബഡി, ഹു ലവ്സ് മാൻകൈൻഡ്, ഹു വാക്സ് അലോങ് ദ സ്ട്രീറ്റ്, ഹു കളക്ട്സ് സ്റ്റാമ്പ്. ഈ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹു ലവ്സ് മാൻകൈൻഡ് ആണ്. എന്താണ്? ഹു ലവ്സ് മാൻകൈൻഡ്. ഇപ്പം ഇവിടെ ഹു വാക്സ് അലോങ് ദ സ്ട്രീറ്റ് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചിരുന്നു അല്ലേ, എന്തായിരുന്നു? പെഡസ്ട്രിയൻ അല്ലേ, പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുമ്പ് അത് പഠിഞ്ഞതായിരുന്നു. അതുപോലെ ഹു കളക്ട്സ് സ്റ്റാമ്പും ഇതുപോലൊരു റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലേ. അതെന്താണ്? സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നതിന് ഫിലാറ്റലി എന്നാണ് പറയുന്നത്. ഹു കളക്ട് സ്റ്റാമ്പിന് എന്താണ് പറയുന്നത്? ഫിലാറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഫിലാറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഹു ലവ്സ് മാൻകൈൻഡ് ആണ് എന്ത്? ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. He has a large collection of books at home. He has a large collection of books at home. അപ്പോൾ ഈ ലാർജ് കളക്ഷൻ ഓഫ് ബുക്സ്, അതിൻ്റെ വൺ വേർഡ് എന്താണ് വരിക? ഇവിടെ ബുക്ക് ഷോപ്പ് എന്നുണ്ട്, അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. അപ്പോൾ ഹി ഹാസ് എ ബുക്ക് ഷോപ്പ് അറ്റ് ഹോം എന്ന് പറയാൻ പറ്റില്ല. ഹി ഹാസ് എ മ്യൂസിയം അറ്റ് ഹോം അല്ല. ഹി ഹാസ് എ ക്യൂരിയോസ് അറ്റ് ഹോം അല്ല. ഹി ഹാസ് എ ലൈബ്രറി അറ്റ് ഹോം. ഹി ഹാസ് എ ലൈബ്രറി അറ്റ് ഹോം. An unmarried woman is called. അൺമാരീഡ് വുമണ് എന്താണ് പറയാം? എന്താണ് പറയുന്നത്? ഇവിടെ ബാച്ചിലർ ആദ്യം കൊടുത്തിരിക്കുന്ന അൺമാരീഡ് എന്താണ്? അൺമാരീഡ് മാൻ ആണ് അല്ലെ. സ്പിൻസ്റ്റർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ആൻ അൺമാരീഡ് വുമൺ ഈസ് കോൾഡ് എ സ്പിൻസ്റ്റർ. ഇനി എന്താണ് വിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവ് മരിച്ച സ്ത്രീയാണ് എന്ത് പറയുന്നത്? വിഡോ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, എ വുമൺ ഹൂസ് ഹസ്ബൻഡ് ഈസ് ഡെഡ്. അപ്പോൾ വിഡോവർ എന്ന് പറഞ്ഞാലോ? എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ്, അതാണ് വിഡോവർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അൺമാരീഡ് വുമൺ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്പിൻസ്റ്റർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്.
I want to meet the artist dash has painted this picture. I want, ഇവിടെ ഐ കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട് കേട്ടോ. I want to meet the artist dash has painted this picture. ഈ ഒരു പിക്ചർ വരച്ച ആർട്ടിസ്റ്റിനെ എനിക്ക് കാണണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് വിച്ച്, ദാറ്റ്, ഹൂ, ഹൂം. ഇവിടെ ഹൂ ആണ് വേണ്ടത്. ഐ വാണ്ട് ടു മീറ്റ് ദ ആർട്ടിസ്റ്റ് ഹൂ ഹാസ് പെയിന്റഡ് ദിസ് പിക്ചർ. ഷീ ഡിഡ് നോട്ട് സ്മൈൽ, ഐ അപ്പോളജൈസ്. ഷീ ഡിഡ് നോട്ട് സ്മൈൽ ഡാഷ് ഐ അപ്പോളജൈസ്. എന്താണ് വരുന്നത്? ഷീ ഡിഡ് നോട്ട് സ്മൈൽ എന്താണ് വേണ്ടത്? അൺടിൽ ഐ അപ്പോളജൈസ്. അൺടിൽ ഐ അപ്പോളജൈസ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഹി ഹാഡ് മെനി മിസ്ഫോർച്യൂൺ ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ. ഒരുപാട് മിസ്ഫോർച്യൂൺസ് ഉണ്ടെങ്കിലും ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ. എന്താണ്? ഈഫ്, ഇൻ സ്പൈറ്റ് ഓഫ്, ഓൾ ദോ, ഓൾവേസ്. ഇതിലേതാണ് വരിക? അപ്പോൾ നോക്കുവാണ്. അപ്പോൾ ഇഫ് ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അത് തെറ്റാണ്. ഓൾവേസ് ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺസ്, അതും തെറ്റുവരുന്നു. അതുപോലെ ഇൻ സ്പൈറ്റ് ഓഫ്, അതുപോലെ ഓൾ ദോ. ഇതിലേതാണ് കറക്റ്റ് വരുന്നത്? ഇൻ സ്പൈറ്റ് ഓഫും തെറ്റാണ്. ഏതാണ്? ഓൾ ദോ. അതായത് അവൾക്ക് ഒരുപാട് ദൗർഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ. ഓക്കെ. You are placed under suspension until dash orders. You are placed under suspension until dash orders. എന്താണ് വേണ്ടത്? ഫാർദർ, ഫ്യൂച്ചർ, ഫർദർ, നെക്സ്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം കൺഫ്യൂഷൻ വരാനുള്ളത് ഇത് മാത്രമാണ്. ഫാർദറും ഫർദറുമാണ് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ വരിക. ഈ നെക്സ്റ്റ് ഓർഡർ അത് എന്തായാലും വരില്ല, പറഞ്ഞു നോക്കുക. അപ്പോൾ ഫ്യൂച്ചർ എന്നുള്ളതും വരില്ല അല്ലെ, ഫ്യൂച്ചർ ഓർഡർ എന്ന് വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എനി ഫർദർ, അൺടിൽ ഫർദർ ഓർഡർ. അപ്പോൾ ഇനി അടുത്ത ഒരു ഓർഡർ ഉണ്ടാവുന്നത് വരെ എന്താണ്? യു ആർ അണ്ടർ സസ്പെൻഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഫർദർ ആണ് കറക്റ്റ്. ഇനി എന്താണ് ഈ ഫാർദർ എന്ന് പറഞ്ഞാൽ? ഫാർദർ എന്ന് പറഞ്ഞാൽ അകലെ, ദൂരെ എന്നുള്ള, ഡിസ്റ്റന്റ് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അടുത്തത് റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ബൈ എ suitable സിംഗിൾ വേർഡ്. ഹി ഗോട്ട് എ ലോൺ സാങ്ഷൻഡ് ബൈ greasing the palm of the officer concerned. He got a loan sanctioned by greasing the palm of the officer concerned. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിന് എന്ത് കിട്ടി? ലോൺ കിട്ടി. എങ്ങനെയാണ് സാങ്ഷൻ ആയത്? അതുമായി ബന്ധപ്പെട്ട ഓഫീസറെ എന്ത് ചെയ്തു? ഗ്രീസിങ് ദ പാം ഓഫ് ദ ഓഫീസർ. അപ്പോൾ എന്താണ്? ഫ്ലാറ്ററിങ് ആണോ, ബ്രൈബിംഗ് ആണോ, ത്രെട്ടണിങ് ആണോ, മസാജിങ് ആണോ? ഇപ്പോൾ ഫ്ലാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഒരാളെ വളരെയധികം മുഖസ്തുതി പറയുന്നതിനാണ് ഫ്ലാറ്ററിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മുഖസ്തുതി പറഞ്ഞ് എന്തായാലും അദ്ദേഹത്തിന് ലോങ് സാങ്ഷൻ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ബ്രൈബിംഗ്, ഇതിൽ ബ്രൈബിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കൈക്കൂലി എന്നാണ് അർത്ഥം. അപ്പോൾ ബ്രൈബിംഗ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ത്രെട്ടണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ത്രെട്ടണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണി എന്നുള്ളൊരർത്ഥമാണ്. മസാജിങ് എന്ന് പറഞ്ഞാൽ തിരുമുക, ഉഴിയുക, ഉഴിച്ചിൽ, തിരുമ്മൽ എന്നുള്ളൊരു അർത്ഥമാണ് മസാജ് വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും നന്നായിട്ട് വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏതാണ്? ബ്രൈബിംഗ്. ഓക്കെ, കൈക്കൂലി കൊടുത്തിട്ട് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഗ്രീസിങ് ദ പാം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൈബിംഗ് ആണ് ആൻസർ. Things have not changed over the past few years. Things have not changed over the past few ഇവിടെ ഒരു ഡാഷ് ഉണ്ടായിരുന്നു. ഐ എം സോ സോറി. തിങ്സ് ഹാവ് നോട്ട് ചേഞ്ച് ഡാഷ് ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അതായത് തിങ്സ് ഹാവ് നോട്ട് ചേഞ്ച് മച്ച് ആണോ, മോർ ആണോ, മെനി ആണോ, ഫ്യൂ ആണോ? ഓക്കെ, തിങ്സ് ഹാവ് നോട്ട് ചേഞ്ച് മച്ച് ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് കാര്യങ്ങളൊന്നും അത്രയ്ക്കൊന്നും മാറിയിട്ടില്ല, അത്രയ്ക്കൊന്നും ചേഞ്ച് വന്നിട്ടില്ല. അപ്പോൾ അത്രയ്ക്കൊന്നും എന്നുള്ള രീതിയിൽ മച്ച് എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ വേണ്ടത്. അടുത്തത് ബിബ്ലിയോഫൈൽ മീൻസ്. ബിബ്ലിയോഫൈൽ മീൻസ് വൺ ഹൂ ലവ്സ് ബൈബിൾ, വൺ ഹൂ ലവ്സ് ബുക്സ്, എ പേഴ്സൺ ഓഫ് സ്ട്രോങ് ഒപ്പീനിയൻ, വൺ ഹൂ ക്യാൻ ബി ബിലീവ്ഡ്. എന്താണ് ബിബ്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ആൻസർ എന്താണ്? വൺ ഹൂ ലവ്സ് ബുക്സ് ആണ്. ബൈബിള് മാത്രം ലവ് ചെയ്യുന്ന ആളെ അല്ല ബിബ്ലിയോഫൈൽ എന്ന് പറയുന്നത്. വൺ ഹൂ ലവ്സ് ബുക്സ് എന്താണ്? ബിബ്ലിയോഫൈൽ എന്ന് പറയും.
എ പേഴ്സൺ ഓഫ് സ്ട്രോങ് ഒപ്പീനിയൻ, അതുപോലെ വൺ ഹൂ ക്യാൻ ബി ബിലീവ്ഡ്, അതൊന്നും ആൻസർ ആയിട്ട് ഇവിടെ വരുന്നില്ല. അത് ഓണസ്റ്റി ഈസ് ഡാഷ് ബെസ്റ്റ് പോളിസി. ഓണസ്റ്റി ഈസ് ഡാഷ് ബെസ്റ്റ് പോളിസി അല്ലേ. അപ്പോൾ ആ ബെസ്റ്റ് ആ ഒരു സൂപ്പർലെറ്റീവ് ഡിഗ്രിയിൽ പറയുവാണ്. അപ്പോൾ ഓണസ്റ്റി ഈസ് ഏതാണ് ഇവിടെ വേണ്ടത്? ദ ചേർത്തിട്ടാണ് വരുന്നത്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഓക്കെ. They opposed the motion dash was proposed by the rival group. They opposed the motion dash was proposed by the rival group. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തിനെ പറ്റിയാണ്? ആ ഒരു മോഷനെ പറ്റിയിട്ടാണ്. റൈവൽ എതിർ ഗ്രൂപ്പുകാർ പ്രപ്പോസ് ചെയ്ത ആ ഒരു മുന്നോക്കം അല്ലെങ്കിൽ ആ ഒരു മോഷൻ, ആ ഒരു മുന്നേറ്റം, അതിനെ എന്ത് ചെയ്തു? ഒപ്പോസ് ചെയ്തു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ആശയത്തെ ഒപ്പോസ് ചെയ്തു എന്നാണ്. അപ്പൊ അതിന് പറയുന്നത് ഹൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇവിടെ എന്താണ് വരിക? വിച്ച് ആണ് വേണ്ടത്. ദേ ഒപ്പോസ്ഡ് ദ മോഷൻ വിച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ ദ റൈവൽ ഗ്രൂപ്പ്. അടുത്ത ചോദ്യം, വി റെസ്യൂംഡ് ദ ഗെയിം ഡാഷ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്. വി റെസ്യൂംഡ് ദ ഗെയിം ഡാഷ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്. അപ്പൊ എന്താണ്? നമ്മൾ ഗെയിം തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. റെസ്യൂംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചു നേരം നിർത്തി വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു? റീസ്റ്റാർട്ട് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. കണ്ടിന്യൂ ചെയ്തു എന്നുള്ള മീനിങ് ആണ്. സോ ഇറ്റ് ഇസ് ഡാഷ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്. വൈൽ ഇറ്റ് സ്റ്റോപ്ഡ് ആണോ? വെയർ ഇറ്റ് സ്റ്റോപ്ഡ് ആണോ? ആസ് സൂൺ ആസ്, ഇമ്മീഡിയറ്റ്ലി, ഏതാണ് വരാം? വൈൽ എന്തായാലും തെറ്റാണ്. അതായത് റെയിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ല. അപ്പോൾ വെയർ ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്ങും തെറ്റു വരുന്നു. അപ്പൊ എന്താണ്? ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് എപ്പോഴും മഴ നിർത്തുന്നതോടെ അല്ലെങ്കിൽ മഴ നിർത്തിയപ്പോൾ എന്നുള്ള മീനിങ് ആണ്. ഇമ്മീഡിയറ്റ്ലിയും കറക്റ്റ് അല്ല വരുന്നത്. എന്താണ്? ആസ് സൂൺ ആസ്. ഓക്കെ. വി റെസ്യൂംഡ് ദ ഗെയിം ആസ് സൂൺ ആസ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്. There are dash animals in the zoo. There are dash animals in the zoo. Much, maximum, several, more. എന്താണ് പറയാ? There are several animals in the zoo. Okay. Which of these words means a form of art? ഇതിൽ ഏതാണ് ഒരു ആർട്ട് ഫോം ആവുന്നത്? ഇപ്പൊ ഇതിനകത്ത് സ്പെല്ലിംഗ് ഏകദേശം ഒരുപോലെയൊക്കെ തോന്നും. കോളേജ് എന്നുള്ളതും ഈ രണ്ടാമത് എഴുതിയിരിക്കുന്നത് ശരിക്കും എന്താണ്? കൊളാഷ് എന്നാണ് അല്ലെ. കൊളാഷ്. ഇപ്പൊ നമുക്കറിയാം പലതരം പിക്ചേഴ്സ് ചേർത്തിട്ട് കളക്ഷൻ അതിങ്ങനെ ചേർത്ത് ഒട്ടിച്ചുണ്ടാക്കുന്ന ഒരു ഇതാണ് വരുന്നത്. ആർട്ട് ഫോം ആണിത് കൊളാഷ് എന്ന് പറയുന്നത്. പിന്നെ ഫോട്ടോ കൊളാഷ് ഒക്കെ ഉണ്ടാക്കിയേക്കുന്ന എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. ഇത് കൊളീഗ് എന്താണ്? സഹപ്രവർത്തകർ എന്നുള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. മറ്റേത് കോളേജ് ആണ് രണ്ടും എഴുതിയേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, കൊളാഷ് ആണ് ആൻസർ. എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ് ഈസ് കോൾഡ്. എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ് എന്താണ് പറയാ? വിഡോവർ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും അല്ലെ കഴിഞ്ഞൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലും നമ്മൾ ഇത് ഓപ്ഷനിൽ പഠിച്ചിരുന്നു. വിഡോവറിന്റെ മീനിങ് എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ്. അടുത്ത ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് ഓപ്റ്റിമിസ്റ്റിക് ഈസ്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒബീഡിയന്റ്, പെസിമിസ്റ്റിക്, മിസ്റ്റിക്, ഓർഡർലി എന്നുണ്ട്. എന്താണ്? ശുഭാപ്തി വിശ്വാസമാണ് ഒപ്റ്റിമിസ്റ്റിക് വരുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് പെസിമിസ്റ്റിക് ആണ്. പെസിമിസ്റ്റിക്. ഇനി അടുത്ത ചോദ്യം, an animal able to live both in land and water. കരയിലും ജലത്തിലും ഒരുപോലെ അതുപോലെ അങ്ങനെ ജീവിക്കാൻ കഴിവുള്ള ജീവിക്ക് എന്താണ് പറയാം? ആംഫിബിയൻ, അരിസ്റ്റോക്രാറ്റ്, അമച്വർ, ആർക്കിടെക്ട്. അപ്പൊ ഇതെന്തായാലും എല്ലാവർക്കും ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആംഫിബിയൻ അല്ലെ, ഉരകം എന്നുള്ളൊരു മീനിങ്. സോറി, ഉരകം അല്ല, ഉഭയജീവി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ആംഫിബിയൻ, an animal able to live both in land and water. The workers went out of the factory dash to hold a protest rally. The workers went out of the factory dash to hold a protest rally. അപ്പോൾ ഒരു പ്രതിരോധ റാലി നയിക്കാൻ വേണ്ടിയിട്ട് വർക്കേഴ്സ് പുറത്തേക്ക്, ഫാക്ടറിയുടെ പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഓപ്ഷൻസ് തന്നിരിക്കുന്ന എൻ മാസ്, എൻ റൂട്ട്, ഇംപാസ്, ഡി ഫാക്ടോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ്? അപ്പൊ ശരിക്കും ഇവിടെ അർത്ഥം വരുന്ന ഇതാണ്, വർക്കേഴ്സ് എല്ലാവരും ചേർന്ന്, ഓൾ ടുഗദർ എന്നൊരു മീനിങ് ആണ്. കൂട്ടത്തോടെ, സംയുക്തമായി എന്നൊരു മീനിങ് ആണ് വരുന്നത്.
അതിന്റെ അർത്ഥം വരുന്ന വേർഡ് ഇതാണ് എൻ മാസ്. എന്താണ് എൻ മാസ് എന്ന് പറഞ്ഞത്? എൻ മാസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ കുറിച്ചു വെക്കുക, ഇൻ എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓൾ ടുഗദർ. ഇൻ എ ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താണ് ഓൾ ടുഗദർ എന്നൊരു മീനിങ് ആണ് എൻ മാസ് എന്നതിന് വരുന്നത്. ഈ അടുത്തത് ഒരെണ്ണം കൊടുത്തിരിക്കുന്ന എൻ റൂട്ട് ഉണ്ടല്ലോ, എൻ റൂട്ട്, അതിന്റെ അർത്ഥം കൂടി നമുക്ക് പറയാം. എൻ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ദ വേ എന്നാണ്, റൂട്ടിലാണ് എന്നുള്ളൊരു മീനിങ് അല്ലെ. ഓൺ ദ വേ എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തതാണ് ഇംപാസ്. എന്താണ് ഇംപാസ്? ഇംപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഡെഡ് ലോക്ക് കണ്ടീഷൻ, അതായത് ഒരു പ്രോഗ്രസ് ഒന്നും പോസിബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ, ചില ഡിസഗ്രിമെന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് പ്രോഗ്രസ് ഒന്നും പോസിബിൾ അല്ലാത്ത ഒരു അനിശ്ചിത ഇതിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ് ഇംപാസ് എന്ന് പറയുന്നത്. പുരോഗതി ഇല്ലാതെ ഒരു അനിശ്ചിത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആണത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഇംപാസ് എന്ന് പറഞ്ഞ? എ സിറ്റുവേഷൻ in which no progress is there because of any disagreement. അടുത്തത് de facto. എന്താണ് de facto എന്ന് പറഞ്ഞാൽ? de facto എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ശരിക്കും ഇൻഫാക്ട് എന്നുള്ള അർത്ഥമാണ്. ഇൻഫാക്ട്, യഥാർത്ഥത്തിൽ, പരമാർത്ഥത്തിൽ, അങ്ങനെ ഒരു അർത്ഥമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഇൻഫാക്ട് എന്നൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പൊ അത് ബൈ റൈറ്റ് ആവാം, അല്ലെങ്കിൽ എന്താ പറയാ, ലീഗലി റൈറ്റ് ആവാം, അല്ലാതാവാം. അപ്പോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു de factoയുടെ അത് പല സിനോണിയംസും കൂടി ഞാനൊന്ന് അതിന്റെ ഒപ്പം തന്നെ പറയാം. ഇപ്പൊ ഇൻഫാക്ട് നമ്മൾ പറയാറുണ്ട്, അതുപോലെ വേണമെങ്കിൽ ഇൻ പ്രാക്ടീസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻ എഫക്ട്, ഓക്കെ, ഇൻ എഫക്ട്, ഇൻ റിയാലിറ്റി, ഇതൊക്കെ ഇതിന്റെ ഒപ്പം തന്നെ പറയാവുന്ന ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. ഇനി ഈ de facto പറഞ്ഞത് കൊണ്ട് തന്നെ പറയാണ്, പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് അന്റോണിയം ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ ഇൻഫാക്ട് ഇൻ പ്രാക്ടീസ് എന്നാണല്ലോ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് പറയാൻ പറ്റുന്നത് ഓപ്ഷനിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒന്ന് ഇൻ തിയറി. പ്രാക്ടീസ് അല്ല, ഇൻ തിയറി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ de facto അതിന്റെ നേരെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് de jure എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇൻഫാക്ട് വരുന്നുണ്ട്. പിന്നെ de facto എന്ന് പറഞ്ഞ വേറൊരു അർത്ഥത്തിൽ വരുന്നത്, അതായത് ഇപ്പം ഒരു സ്പെസിഫിക് പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുവാന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യുവാണ്, പക്ഷെ ലീഗലി അത് റൈറ്റ് അല്ല, പക്ഷെ എന്താണ് ഇപ്പൊ തൽക്കാലത്തേക്ക് de facto ആ ഒരു പൊസിഷൻ അദ്ദേഹം ചെയ്തേക്കുവാണ്, അങ്ങനെ ഒരു മീനിങ്ങിലും കൂടി അത് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ടു മേക്ക് ഔട്ട് മീൻസ്. എന്താണ് ടു മേക്ക് ഔട്ട് മീൻസ് എന്ന് വെച്ചാൽ? ടു പ്രൊഡ്യൂസ്, ടു സെൻഡ് ഔട്ട്, ടു അണ്ടർസ്റ്റാൻഡ്, ടു ഡിഫീറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ ടു മേക്ക് ഔട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ് ഇതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു വർക്ക്, ഒരു പ്രൊജക്റ്റിലാണ് അല്ലെങ്കിൽ ഒരു അസൈൻമെന്റിലാണെന്ന് വിചാരിക്കുക. സോ അതിന്റെ എത്രമാത്രം അതിന്റെ പ്രോഗ്രസ് ആയി, ഓക്കെ, എത്രമാത്രം അതിന്റെ പ്രോഗ്രസ് ആയി എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ പറയുന്നതും ഈ മേക്ക് ഔട്ട് എന്നുള്ളത്. ഹൗ മച്ച് യു ഹാവ് മേക്ക് ഔട്ട് ഫ്രം ദാറ്റ് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് യു അണ്ടർസ്റ്റുഡ് ഫ്രം ദാറ്റ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു അർത്ഥമുണ്ട്. അപ്പൊ ടു അണ്ടർസ്റ്റാൻഡ് ഇവിടെ അല്ലെങ്കിൽ ടു മേക്ക് പ്രോഗ്രസ് എന്നൊരു അർത്ഥം വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് വി വർക്ക് ഹാർഡ് വി വിൽ നോട്ട് ബി സക്സസ്ഫുൾ. എന്താണ് ഡാഷ് വി വർക്ക് ഹാർഡ് വി വിൽ നോട്ട് ബി സക്സസ്ഫുൾ. അപ്പൊ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ അല്ലെ, ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ വി വിൽ നോട്ട് ബി സക്സസ്ഫുൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇതിന്റെ ഇവിടെ വരേണ്ടത് ഏതാണ്? ഈ ഓപ്ഷനിൽ ഇഫ്, ഓൾദോ, ബിക്കോസ്, അൺലെസ് ആണ് അല്ലെ. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അൺലെസ് ആണ്. അൺലെസ് വി വർക്ക് ഹാർഡ് വി വിൽ നോട്ട് ബി സക്സസ്ഫുൾ എന്നാണ് വേണ്ടത്. ഈ അൺലെസിന്റെ അർത്ഥം ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സെപ്റ്റ് ഇഫ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഞാൻ വേറൊരു വാക്ക് പറയാം. ഇപ്പൊ പറയുവാണ്, ഇപ്പൊ നമ്മുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു റിവൈസ് ഇറ്റ് അല്ലെ, വി നീഡ് ടു റിവൈസ് ഇറ്റ്. അപ്പോൾ റിവൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ മറന്നു പോകും അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, അൺലെസ് യു ഹാവ് എ ഫോട്ടോഗ്രാഫിക് മെമ്മറി, റെപ്പറ്റീഷൻ ഈസ് വൈറ്റൽ.
അപ്പൊ നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഒന്നും ഇല്ലെങ്കിൽ, അതായത് ഒരു തവണ കണ്ട് അപ്പൊ തന്നെ പഠിക്കുന്ന ആ ഒരു മെമ്മറി പവർ ഒന്നും ഇല്ലെങ്കിൽ, repetition is vital. Vital means important. അപ്പോൾ unless you have a photographic memory, repetition is vital. ആ ഒരു മീനിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. unless we work hard, we will not be successful. അപ്പൊ ഈ രണ്ട് രീതിയിലും അത് വരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. അപ്പം പിന്നെ ഒരു കാര്യം കൂടി നോക്കാം. ഇതിന്റെ ഓപ്ഷനിൽ പിന്നെ ഓൾദോ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓൾദോ, ഈ ഓൾദോയുടെ അർത്ഥം വരുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇൻസ്പൈറ്റ് ഓഫ്, ആ ഒരു മീനിങ്ങിലാണ്. അതായത് ഇൻസ്പെക്ട് ഓഫ് ദ ഫാക്ട് ദാറ്റ് എന്നുള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ പറയുവാണ്, എക്സാമ്പിൾ, നല്ല വെയിലുണ്ടായിരുന്നിട്ടും അത്ര ചൂടൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമല്ലോ. അതുപോലെ ഓൾദോ ദ സൺ വാസ് ഷൈനിങ്, ഇറ്റ് വാസ് നോട്ട് വാം. although the sun was shining, it was not warm എന്ന് പറയുന്ന പോലെ ആ ഇതിനൊക്കെ although യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ unless ആണ് ആൻസർ വരുന്നത്. seeing is, അതൊരു ചൊല്ലാണ്. seeing is ഡാഷ്, എന്താണ്, believe, believing, to believe, believed. ഇതിൽ ഏതായിരിക്കും വരിക? seeing is believing. ആ ഒരു ശൈലിയിൽ തന്നെ അല്ലെ. കാണുന്നതാണ് വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന പോലെ. നമ്മളിപ്പോ എന്തായാലും വിശ്വസിക്കണമെങ്കിൽ അത് എന്താണ്, റിയൽ ആയിട്ട് നമ്മൾ കാണണം, യാഥാർത്ഥ്യമായിരിക്കണം എന്നുള്ളൊരു മീനിങ്. seeing is believing. അപ്പൊ അതൊരു ശൈലിയാണ് seeing, believing, ആ ing ഫോം അവിടെ വരുന്നത്. അടുത്തത്, a group of men dash creating trouble. A group of men dash creating trouble. ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് മെൻ എന്ന് പറയുമ്പോൾ ഇവിടെ വാസ് ആണോ, വെയർ ആണോ, ബീയിങ് ആണോ, ഹാവ് ബീൻ ആണോ വേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പൊ ക്രിയേറ്റിംഗ് എന്ന് വന്നതുകൊണ്ട്, അതായത് ഇവിടെ ing ഫോം വന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ്, ഈ ing ഫോം വരുമ്പോ ഇവിടെ ഹാവ് ബീൻ എന്തായാലും വരത്തില്ല അല്ലെ. ബീയിങ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെൻ, ബീയിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുള്ളത് കൊണ്ട് അതും വരുന്നില്ല. അതുപോലെ എന്താണ്, വാസ് ആണോ വെയർ ആണോ? ഈ ഗ്രൂപ്പ് ഓഫ് മെൻ വെയർ ആണ് അപ്പോൾ വേണ്ടത്, കാരണം പ്ലൂറൽ ആയതുകൊണ്ട് അല്ലെ. അപ്പോൾ അത് പാസ്റ്റിലാണ്, പ്ലൂറൽ ആയിട്ട് നമുക്ക് പറയാം എ ഗ്രൂപ്പ് ഓഫ് മെൻ വെയർ ക്രിയേറ്റിംഗ് ട്രബിൾ. അല്ലെങ്കിൽ ഇനിയിപ്പോഴെ ആർ ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ ആയിരുന്നു. എ ഗ്രൂപ്പ് ഓഫ് മെൻ ആർ ക്രിയേറ്റിംഗ് ട്രബിൾ എന്ന് വരുമായിരുന്നു. അപ്പൊ ഇവിടെ വരുന്ന ആൻസർ എന്താണ്? വെയർ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ആക്റ്റീവ് വോയിസിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ടാണ് ബീയിങ് ഒന്നും വരാത്തത്. ഇഫ് യു ആർ കോട്ട് ട്രൈയിങ് ടു സ്മഗിൾ ഗോൾഡ് ത്രൂ ദ കസ്റ്റംസ്, ഇറ്റ് വിൽ ബി. If you are caught trying to smuggle gold through the customs, it will be confiscated, compensated, consolidated, castigated. എന്താണ് പറയുന്നത്? ഇപ്പൊ നമ്മള് സ്വർണം കടത്തുകയാണ്. ഇപ്പൊ നീ സ്വർണം കടത്തുകയാണ് ത്രൂ കസ്റ്റംസ് എങ്കിൽ ഇറ്റ് വിൽ ബി എന്ത് ചെയ്യും? കോൺഫിസ്കേറ്റഡ്, അതുപോലെ കോമ്പൻസേറ്റഡ്, കൺസോളിഡേറ്റഡ്, കാസ്റ്റിഗേറ്റഡ് അല്ലെ. ഇപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന കോൺഫിസ്കേറ്റഡ് ആണ്. കോൺഫിസ്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിച്ചെടുക്കും എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, പിടിച്ചെടുക്കുന്നതിനിപ്പോ ഇങ്ങനെ സ്മഗിൾ ചെയ്യുവാണ്, കസ്റ്റംസ് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദാറ്റ് തിങ് വിൽ ബി, ദാറ്റ് ഗോൾഡ് വിൽ ബി ടേക്കൺ, അല്ലെങ്കിൽ സീസ് ചെയ്യും വിത്ത് അതോറിറ്റി അല്ലെ. കസ്റ്റംസിന് അങ്ങനെ അതോറിറ്റി ഉണ്ട്. ദേ വിൽ സീസ് ഇറ്റ് വിത്ത് അതോറിറ്റി. അപ്പൊ കോൺഫിസ്കേറ്റഡ് ആണ് ഇവിടെ ആൻസർ വരുന്നത്, പിടിച്ചെടുക്കും എന്നുള്ള മീനിങ്. അടുത്തത് കോമ്പൻസേറ്റഡിന്റെ അർത്ഥം എന്താണ്? കോമ്പൻസേറ്റഡ് നഷ്ടപരിഹാരം കൊടുക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു കലാമിറ്റി വന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുന്നു, കോമ്പൻസേഷൻ കൊടുക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ കോമ്പൻസേറ്റഡ് എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുത്തു. ഈ കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? കൺസോളിഡേറ്റഡ് ഇപ്പൊ ഒരർത്ഥം എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഇപ്പൊ നമ്മളൊരു പോർഷൻ പഠിക്കുക എന്ന് വിചാരിക്കാം. ആ ഒരു ടോപ്പിക്കിലെ ആശയം മുഴുവൻ കൂടി കൺസോളിഡേറ്റ് ചെയ്ത് നമ്മൾ ഒരു ഷോർട്ടായിട്ട് നോട്ട് ഉണ്ടാക്കുന്നു എന്ന് പറയില്ലേ, ദാറ്റ് വിൽ കമ്പൈൻഡ്. അങ്ങനെ ഒരു എക്സ്ട്രാക്ട് ചെയ്ത് എഴുതുന്നു അല്ലെ. കമ്പൈൻഡ് എന്നൊരു മീനിങ് നമുക്ക് വരാം. അതുപോലെ തന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് മേക്ക് ഫിസിക്കലി സ്ട്രോങ്ങർ. മേക്ക് ഫിസിക്കലി സ്ട്രോങ്ങർ എന്നൊരർത്ഥം കൂടി ഉണ്ട്. അല്ലെങ്കിൽ മേക്ക് മോർ സോളിഡ്, കുറച്ചും കൂടി ഉറപ്പുള്ളതാക്കുക. മേക്ക് ഫിസിക്കലി സ്ട്രോങ്ങർ, മോർ സ്ട്രോങ് ആക്കുക എന്നൊരു മീനിങ് കൂടിയുണ്ട്. അപ്പൊ അത് കൺസോളിഡേറ്റഡ്. ഇനി അടുത്ത നമുക്ക് കാസ്റ്റിഗേറ്റഡ് എന്നൊരു കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാസ്റ്റിഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും
എന്താ പറയുക, ഒരാളെ ആക്ഷേപിക്കുക എന്നൊരു മീനിങ് ആണ്. കാസ്റ്റിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക എന്നൊരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ അതിന് സമാനമായിട്ട് കുറച്ച് വാക്കുകളുണ്ട്, ചോദിക്കാറൊക്കെ ഉള്ള വാക്കുകളാണ്, അത് ഞാൻ പറയാം. റിപ്രിമാൻ എന്നൊരു വാക്കുണ്ട്. റിപ്രിമാൻ സംവൺ, ആരെങ്കിലും എന്നുള്ള മീനിങ്. അല്ലെങ്കിൽ പിന്നെ ഒരു മീനിങ് എന്ന് പറയുന്നത് റിബ്യൂക്ക്, ഒരാളെ വല്ലാണ്ടങ്ങ് ആക്ഷേപിക്കുക എന്നുള്ള മീനിങ് ആണ് റിബ്യൂക്ക് ഒക്കെ വരുന്നത്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള, ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ആക്ഷേപിക്കുകയാണെങ്കിൽ പുകഴ്ത്തുക എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രൈസ്. മറ്റേ ഈ കാസ്റ്റിഗേറ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും ആക്ഷേപിക്കുക അല്ലെങ്കിൽ നിന്ദിക്കുക, ഓക്കെ, നിന്ദിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക, ശാസിക്കുക, ആ ഒരു അർത്ഥത്തിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രൈസ് എന്ന് പറയാം. അല്ലെങ്കിൽ കമന്റ്, കമന്റ് എന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ പ്രശംസിക്കുന്നതാണ്. അത് രണ്ടും എന്താണ്, ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കാം. കാസ്റ്റിഗേറ്റിന് ഓപ്പോസിറ്റ് ആണ് പ്രൈസും കമന്റും ഒക്കെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ടിക്കിൾ മീ ഐ ഡാഷ്. ഇഫ് യു ടിക്കിൾ മീ ഐ ഡാഷ്. അപ്പൊ ഇഫിന്റെ യൂസ് ആണ് അവിടെ. അപ്പൊ ഇവിടെ സിമ്പിൾ പ്രസന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ എന്ത് വരും അതിന്റെ ആൻസർ? വിൽ ടിക്കിൾ യു, വുഡ് ടിക്കിൾ യു, വിൽ ബി ടിക്കിളിങ് യു, ഐ വുഡ് ഹാവ് ടിക്കിൾഡ് യു എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻ എ തന്നെ വരും. അതായത് ഇവിടെ സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ഞാൻ ഇഫ് ക്ലോസിന്റെ ക്ലാസ്സസ് നേരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ആ വീഡിയോ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ പറയാം, കമന്റ് ചെയ്യാം. അപ്പോൾ ഇഫ് യു ടിക്കിൾ മീ ഐ വിൽ ടിക്കിൾ യു, അങ്ങനെ മതി അല്ലേ. ടിക്കിൾ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഫിസിക്കലി ഒരു ചെയ്തിട്ട് ഒരു സെൻസേഷൻ ഫീൽ ചെയ്യിക്കുക, അതായത് നമ്മൾ ഇക്കിളി കൂട്ടുക എന്നുള്ള മീനിങ് തന്നെ അല്ലേ. ലാഫ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിസിക്കൽ സെൻസേഷൻ ഉണ്ടാക്കുക, അതാണ് ടിക്കിളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത്, my father is a thrifty person means that my father is a thrifty person. ഫാദർ ഒരു thrifty person ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്റ്റിങ്ങി, എക്കണോമിക്കൽ, ആംഗ്രി, ഓൾഡ് ഫാഷൻഡ്. ഏതാണ് വരുന്നത്? thrifty എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും thriftyയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൈസയായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള അവൈലബിൾ റിസോഴ്സസ് ആയാലും ഒക്കെ വളരെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ആൾ. അല്ലാതെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നു, അതായത് വൈസ്ഫുള്ളി യൂസ് ചെയ്യുന്നു, വേസ്റ്റ് ആക്കുന്നില്ല. അതാണ് thrifty പേഴ്സൺ എന്ന് പറയുന്നത്. യൂസിങ് മണി അല്ലെങ്കിൽ എനി റിസോഴ്സസ് കെയർഫുള്ളി സ്പെൻഡ് ചെയ്യുന്ന ആളെയാണ് പറയുന്നത്. ആൻഡ് നോട്ട് വേസ്റ്റ്ഫുള്ളി. ഓക്കെ, അതാണ് thrifty. അപ്പൊ അതിന് മീനിങ് വരുന്ന രീതിയിൽ എന്താണ് ഇവിടെ വാക്കുള്ളത്? അപ്പൊ എക്കണോമിക്കൽ, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. എക്കണോമിക്കൽ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു thriftyയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു അർത്ഥം കൂടി ഇതിന് പറയുന്നത്, വേറൊരു സിറ്റുവേഷനിലും കൂടി പറയുന്നത്, ഇപ്പൊ പ്ലാന്റ്സിന്റെ കേസിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്സിന്റെ കേസിൽ, ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആട്, പശു, അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറീസ് എല്ലാം കൂടി ചേർന്നത്, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ കേസിലൊക്കെ അത് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഷീപ്പിന്റെ കാര്യം എന്ന് വെച്ചോ, നമ്മൾ ഇപ്പൊ ഹെൽത്തി ആണ്, അതായത് ഈ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റോക്ക് ആനിമൽസും ഒക്കെ ഹെൽത്തി ആണ് എന്നൊരു പറയില്ലോ, ഹെൽത്തി ആൻഡ് സ്ട്രോങ്, ഹെൽത്തി ആൻഡ് ആക്റ്റീവ്, ആ ഒരു മീനിങ്ങിലൊക്കെ പറയും. അതായത് ദ ഷീപ്പ് ആർ വിഗറസ് ആൻഡ് ത്രിഫ്റ്റി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ദ ഷീപ്സ് ആർ vigorous and thrifty. The sheeps are vigorous and thrifty എന്ന് പറയാറുണ്ട്. അതിന്റെ മീനിങ് ഇതാണ് കേട്ടോ. അതായത് എക്കണോമിക്കലി സ്പെൻഡ് ചെയ്യുന്നതെന്നല്ല, ഹെൽത്തി ആൻഡ് സ്ട്രോങ്ങർ എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി ഇവിടെ ഓപ്ഷനിൽ കൊടുത്തേക്കുന്നതിൽ നമുക്കിപ്പോ സ്റ്റിങ്ങിയുടെ അർത്ഥം നോക്കുവാണെങ്കിലും, സ്റ്റിങ്ങി എന്ന് വെച്ചാൽ ഇപ്പോ മീനാണ്, വളരെ ദുഷ്ടനാണ് എന്നുള്ളൊരു മീനിങ് ആണ്. അല്ലെങ്കിൽ ഒട്ടും ദയയില്ലാത്തവനാണ്, അൺജെനറസ് എന്നൊരു മീനിങ് ആണ്. അല്ലെങ്കിൽ പിശുക്കൻ അല്ലെ, നമുക്കൊരു ആവശ്യം വരുമ്പോൾ സഹായിക്കാതെ അങ്ങനെ പിശുക്കുന്ന ആള്, അങ്ങനെ മൈസർലി പേഴ്സൺ ആണ്. സ്റ്റിങ്ങി എന്ന് വെച്ചാൽ മീൻ, അൺജെനറസ്, മൈസർലി എന്നൊക്കെ അർത്ഥം വരും. പിന്നെ അതിന്റെ ഒരു ഒപ്പം വരുന്ന മറ്റൊരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വേർഡാണ് പാർസിമോണസ് എന്ന് പറഞ്ഞത്. പാർസിമോണസ്. ഓക്കെ, പാർസിമോണസ് എന്നൊരു വാക്ക് കൂടി ഉണ്ട്, അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. പിന്നെ ഇവിടെ ആംഗ്രി എന്ന് പറയുന്നിട്ടുണ്ട്. ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യം എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് അല്ലെ, ആംഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഓൾഡ് ഫാഷൻഡ് എന്ന് വെച്ചാൽ എന്താണ്? മോഡേൺ അല്ല, നോട്ട് മോഡേൺ എന്നൊരു അർത്ഥമുള്ളൂ. അടുത്ത ചോദ്യം, സിൻസ് മൈ അങ്കിൾ വാസ് അഗെയിൻസ്റ്റ് മാരേജ് ഹി ലിവ്ഡ് എ ലൈഫ് ഓഫ് ഡാഷ്.
സിൻസ് മൈ അങ്കിൾ വാസ് അഗെയിൻസ്റ്റ് മാരേജ്, എൻ്റെ അങ്കിള് മാരേജിനൊക്കെ എതിരായിരുന്നത് കൊണ്ട് ഹി ലിവ്ഡ് എ ലൈഫ് ഓഫ് എന്താണ് സെലിബസി, പ്രൈവസി, പൈറസി, ഓട്ടോക്രസി. ഇതിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം ആൻസർ. എന്നാൽ പോലും ഇതിന്റെ ഫസ്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്ന സെലിബസി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. സെലിബസി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബ്രഹ്മചര്യം എന്ന് പറയും. സെലിബസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാരേജിൽ നിന്നും അതുപോലെ തന്നെ സെക്ഷൽ റിലേഷനിൽ നിന്നും ഒക്കെ ഒരു അബ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു ആ ഒരു സ്റ്റേറ്റ് ആണ്. ദ സ്റ്റേറ്റ് ഓഫ് അബ്സ്റ്റെയിനിങ് ഫ്രം മാരേജ് ആൻഡ് സെക്ഷൽ റിലേഷൻ, ബ്രഹ്മചര്യം എന്ന് പറയും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എ പ്രീസ്റ്റ് ഹു ഹാഡ് ടേക്കൺ എ വോ ഓഫ് സെലിബസി. എന്താണ്? എ പ്രീസ്റ്റ് ഹു ഹാഡ് ടേക്കൺ എ വോ എന്ന് വെച്ചാൽ എന്താണ്? പ്ലെഡ്ജ് അല്ലെങ്കിൽ പ്രതിജ്ഞ എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ. വോ ഓഫ് സെലിബസി. അങ്ങനെ ഒരു അർത്ഥം മനസ്സിലാവാനായിട്ട് ഞാനൊരു സെന്റൻസ് കൂടി പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അതാണ് അർത്ഥം. പിന്നെ പ്രൈവസി നമുക്കറിയാലോ, സ്വകാര്യത എന്നൊരർത്ഥമാണ്. പൈറസി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പൈറേറ്റ്സ് എന്നല്ലേ. പൈറസി എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കൽ, കൊള്ളയടിക്കൽ എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അടുത്ത ഓട്ടോക്രസി. ഇവിടെ വരേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓട്ടോക്രസി. ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ബൈ വൺ പേഴ്സൺ വിത്ത് ഇപ്പം എന്താ പറയാ, ഇപ്പം അബ്സല്യൂട്ട് പവറിൽ വിത്ത് അബ്സല്യൂട്ട് പവർ എന്ന് പറയും. ഇപ്പോൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ സ്വേച്ഛാധിപത്യം എന്ന് പറയും. ഓക്കെ, സ്വേച്ഛാധിപതി. ഹിറ്റ്ലർ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു എന്ന് പറയൂ അല്ലെ. അതായത് ഒറ്റ ആളാണ് ആ കൺട്രോൾ ചെയ്യുന്നത് ആ നേഷൻ മുഴുവൻ. അപ്പൊ ഓട്ടോക്രസി എന്ന് വെച്ചാൽ എന്താണ്? എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് വിത്ത് വൺ പേഴ്സൺ വിത്ത് അബ്സല്യൂട്ട് പവർ. അതാണ് സ്വേച്ഛാധിപത്യം അതല്ലെങ്കിൽ ഓട്ടോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് തന്നെ മറ്റ് കുറച്ച് വാക്കുകളും അതിന് സിനോണിയം ആയിട്ടുള്ള വാക്കുകളുണ്ട്. എന്താണ് വരുന്നത്? ഒന്ന് മോണോക്രസി. എന്താണ്? മോണോക്രസി എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഓട്ടാർക്കി എന്നൊക്കെ പേര് പറയാറുണ്ട് ഓട്ടോക്രസിക്ക് തന്നെ. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ രാജ്യത്തെ കാര്യം, അതായത് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറഞ്ഞതിന് ആന്റോണിയം ആണ്, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓട്ടോക്രസി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ യുവർ ഫ്രണ്ട് ഈസ് നോട്ട് ആൻ ഒപ്റ്റിമിസ്റ്റിക് പേഴ്സൺ യു കോൾ ഹിം ഡാഷ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ഒരു ഒപ്റ്റിമിസ്റ്റിക് പേഴ്സൺ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസക്കാരൻ അല്ലെങ്കിൽ, ഒപ്റ്റിമിസ്റ്റിക് എന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസം എന്ന് വെച്ചാൽ ഹോപ്പ്ഫുൾ ആൻഡ് കോൺഫിഡന്റ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഇപ്പൊ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ പ്രതീക്ഷയുള്ള ആളാണെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആണ്, പോസിറ്റീവ് ആണ്. അപ്പൊ ഒപ്റ്റിമിസ്റ്റിക്കിന്റെ സിനോണിയം പറഞ്ഞാൽ പോസിറ്റീവ് എന്നുള്ളൊരു മീനിങ് ആണ്, ഹോപ്പ്ഫുൾ എന്നൊക്കെ പറയാം. ഇവിടെ അൺഒപ്റ്റിമിസ്റ്റിക്, ഒഫ്താൽമിക്, പെസിമിസ്റ്റിക്, ഡിസൊപ്റ്റിമിസ്റ്റിക് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ പെസിമിസ്റ്റിക് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ അല്ലെ. പെസിമിസ്റ്റിക് ആണ്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവ് മൈൻഡ്, പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മൈൻഡ് ആണ്. ഫ്യൂച്ചറിനെ കുറിച്ച് എല്ലാം പ്രശ്നമായിരിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഒഫ്താൽമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, റിലേറ്റഡ് ടു ഐ എന്നൊരു മീനിങ് ആണ്. ബാക്കി ഈ അൺഒപ്റ്റിമിസ്റ്റിക്കും ഡിസൊപ്റ്റിമിസ്റ്റിക്കും അങ്ങനെ വാക്ക് യൂസ് ചെയ്യാറില്ല. ഹി ഈസ് the dash of the three brothers. He is the dash of the three brothers. Richest, more rich, rich, richer എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻസ്. അപ്പോൾ he is the എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ് ഇവിടെ വേണ്ടത്. എന്താണ്? റിച്ചസ്റ്റ് ആണ് വേണ്ടത്. അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ 3 സഹോദരങ്ങളെക്കാളും എന്താണ്? റിച്ചസ്റ്റ് ആണ്, പണക്കാരനാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി ഡാഷ് ഫോർ എ വോക്ക്. ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി ഡാഷ് ഫോർ എ വോക്ക്. ഇതിൽ ഏതാണ് വേണ്ടത്? ഗോ, വിൽ ബി ഗോയിങ്, വെന്റ്, അതുപോലെ ഹാഡ് ഗോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് വേണ്ടത്? ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി വെന്റ് ഫോർ എ വോക്ക് എന്നാണ് വേണ്ടത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓൾദോ ഇറ്റ് വാസ് വി വെന്റ് ഫോർ എ വോക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ walk. Find out the correctly spelled word. Massacre എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഏതാണ് ശരിക്കുള്ള സ്പെല്ലിംഗ് എന്നാണ് നോക്കുന്നത്. ഇത്
CRE ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ നോയിസ് കോസ്റ്റ് ഓൾ ദ നെയ്ബേഴ്സ് ടു The noise caused all the neighbors to dash, go nuts, bail out, miss the boat, move the goalpost. അപ്പൊ ഈ ഒരു ശൈലിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഗോ നട്ട്സ് എന്നാണ്. അപ്പോൾ വലിയ ശബ്ദം എന്ന് പറയുന്നത് നെയ്ബേഴ്സിനെ ഇല്ല അയൽക്കാരെയൊക്കെ എന്താക്കി വട്ടാക്കി എന്നുള്ള മീനിങ് ആണ്. അതായത് ഗോ നട്ട്സ്, ദേ ബിക്കം മാഡ് എന്നുള്ള മീനിങ് ആണ്. ഭയങ്കര സൗണ്ട് ആയിരുന്നു കാണും. ദ നോയിസ് all the neighbors go nuts ആണ്. The chief guest have dash the prize. The chief guest gave dash the prize എന്നാണ്. gave. Okay, അപ്പൊ gave എന്ന് പറഞ്ഞത് ഇവിടെ gave over ആണ്, phrasal verb ആണ്. over ആണോ gave to gave ഏതാണ്? give away ആണ്. ഗിവ് എവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ വിതരണം ചെയ്യുക എന്നാണ് പറയുക. അപ്പൊ ചീഫ് ഗസ്റ്റ് പ്രൈസ് ഒക്കെ എന്ത് ചെയ്തു? വിതരണം ചെയ്തു അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഗേവ് എവേ ദ പ്രൈസ് എന്നാണ് ആൻസർ. ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ഡാഷ് ആക്സിഡന്റ്? ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ഡാഷ് ആക്സിഡന്റ്? അപ്പൊ ഒരു പ്രത്യേക ആക്സിഡന്റിനെ പറ്റി പ്രത്യേകമായി പറയുന്നു, സ്പെസിഫൈ ചെയ്ത് പറയുവാണ് ഇവിടെ ചെയ്തത്. അപ്പൊ ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ദ ആക്സിഡന്റ്? ആക്സിഡന്റിനെ പറ്റി സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, ഒരു പ്രത്യേക ആക്സിഡന്റിനെ പറ്റി. അല്ലാതെ ഏതെങ്കിലും ഒരു ആക്സിഡന്റിനെ പറ്റി നീ പറഞ്ഞോ എന്നല്ല, ആ ആക്സിഡന്റിനെ പറ്റി നീ പറഞ്ഞു എന്നാണ് അവിടെ ചോദിക്കുന്നത്. അതുകൊണ്ട് ദ ആക്സിഡന്റ് എന്നവിടെ വേണം. ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് the offer if I dash you. I would not accept the offer if I dash you. ഏതാണ് വേണ്ടത്? if I were you. I would not accept the offer if I were you. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതില് വുഡ് നോട്ട് അക്സെപ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ മെയിൻ ആയിട്ടും ഇവിടെ വുഡ് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ആ സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ അപ്പൊ എന്തായിരിക്കണം വേണ്ടത്? അവിടെ പാസ്റ്റ് ആയിരിക്കണം വേണ്ടത്. ഇഫ് ഐ വെയർ യു എന്നാണ് വേണ്ടത്. He was accompanied dash his wife. He was accompanied dash his wife. Accompanied by his wife ആണ് അല്ലെ. അക്കമ്പനീഡ് ബൈ എന്ന് വെച്ചാൽ ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ള മീനിങ് ആണ്. അക്കമ്പനീഡ് ബൈ ഹിസ് വൈഫ്. ഹി വാസ് അക്കമ്പനീഡ് ബൈ ഹിസ് വൈഫ് ആണ് അവിടെ വേണ്ടത്. അടുത്തത്, ദിസ് ഈസ് ദ ബോയ് ഡാഷ് വൺ ഗോൾഡ് മെഡൽ. This is the boy dash won the gold medal. ആരാണ് ഈ കുട്ടിയാണ് ഗോൾഡ് മെഡൽ വിൻ ചെയ്തത്? ദിസ് ഈസ് ദ ബോയ് ഹൂ വൺ ദ ഗോൾഡ് മെഡൽ ആണ് അല്ലേ വേണ്ടത്. ഹൂ വൺ ദ ഗോൾഡ് മെഡൽ, ആരാണോ ഗോൾഡ് മെഡൽ വിൻ ചെയ്ത് അവനാണ് ഈ കുട്ടി. ദ അന്റോണിയം ഓഫ് പ്രൈഡ്. പ്രൈഡ് എന്നുള്ളതിന്റെ അന്റോണിയം എന്താണ്? പ്രൈഡ് എന്നുള്ളതിന്റെ അന്റോണിയം ഡേർട്ടി, ഹ്യൂമിലിറ്റി, റഫ്, ഹോട്ട് ണ്ട്. പ്രൈഡ് എന്ന ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി എന്ന് വെച്ചാൽ ഹംബിൾ ആണ്, ഹംബിൾനെസ് അല്ലെങ്കിൽ എളിമ എന്നൊരു അർത്ഥമാണ് വരിക. ഹ്യൂമിലിറ്റി. I have lost my dash of keys. I have lost my dash of keys. അപ്പൊ എന്താണ്? കീയുടെ കൂട്ടം, താക്കോൽ കൂട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. കളക്ഷൻ ആണോ, ഗ്രൂപ്പ് ആണോ, ബഞ്ച് ആണോ, പീസ് ആണോ വേണ്ടത്? അപ്പൊ താക്കോൽ കൂട്ടത്തിന് എപ്പോഴും ബഞ്ച് എന്നാണ്. I have lost my bunch of keys. Okay, bunch of keys എന്നാണ് പറയാം. മീനിങ് ഓഫ് സെനിസൈഡ് എന്താണ്? മീനിങ് ഓഫ് സെനിസൈഡ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കില്ലിംഗ് ഓഫ് ഫ്രണ്ട്, കില്ലിംഗ് എ മോഡേണിസ്റ്റ്, കില്ലിംഗ് ആൻ എനിമി, കില്ലിംഗ് ആൻ ഓൾഡ് മാൻ. എന്താണ് വരുന്നത്? കില്ലിംഗ് ആൻ ഓൾഡ് മാൻ ആണ് സെനിസൈഡ് എന്ന് പറയുന്നത്. അപ്പൊ സെനിസൈഡ് എന്ന് പറയുന്നതിന് ഇപ്പം ഇതിൽ നോക്കാം, നമ്മൾ ഈ വയസ്സായ ആളുകളുടെ കാര്യത്തിൽ നമ്മൾ പറയും സീനിയർ സിറ്റിസൺ എന്ന പേര് പറയും അല്ലെ. സീനിയർ, ആ സീനിയർ ഉണ്ടെന്ന് ഓർത്താ മതി. കില്ലിംഗ് ആൻ ഓൾഡ് മാൻ, വൃദ്ധനെ കൊല്ലൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേറൊരു പേര് പറയാറുണ്ട്, ജെറന്റിസൈഡ് എന്ന പേര് പറയാറുണ്ട്. ജെറന്റിസൈഡ് എന്ന് പറയാറുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യ വൺ ദ മാച്ച് ചേഞ്ച് ഇൻ ടു പാസീവ്. ഇന്ത്യ വൺ ദ മാച്ച് പാസീവിലേക്ക് മാറ്റുക. അതിൽ വരുന്നത് ഇന്ത്യ വൺ ദ മാച്ച് എന്നല്ലേ, അതായത് സിമ്പിൾ പാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ, അപ്പോൾ
ഏത് വെച്ചിട്ടായിരിക്കണം? മാച്ച് വെച്ചിട്ടായിരിക്കണം പാസീവിലേക്ക് മാറ്റുമ്പോൾ. ദ മാച്ച് വാസ് വൺ ബൈ ഇന്ത്യ. ദ മാച്ച് വാസ് വൺ ബൈ ഇന്ത്യ. ഓപ്ഷൻ സി ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പോൾ ആക്റ്റീവ് വോയിസിലുള്ളത് പാസീവ് വോയിസിലേക്ക് ആക്കുക. അപ്പോൾ ഒബ്ജക്റ്റും സബ്ജക്റ്റും തമ്മിൽ ഇന്റർചേഞ്ച് ആകും. അതായത് ഇന്ത്യ വൺ ദ മാച്ച് എന്നുള്ളത് മാച്ച് എന്നാകും. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ എന്ത് വരും? വാസ് വൺ അങ്ങനെയാണ് വരിക. വാസ് വൺ ബൈ ഇന്ത്യ എന്നാണ് വരുന്നത്. I am always dash trouble with my neighbors. I am always dash trouble with my neighbors. എന്താണ് വരുന്നത്? എനിക്ക് എപ്പോഴും അയൽക്കാരെ കൊണ്ട് പ്രോബ്ലം അല്ലെ, പ്രശ്നങ്ങളാണ്. ഹാസ് ആണോ, ഹാവ് ആണോ, ബീയിങ് ആണോ, ഹാവിങ് ആണോ? ഓൾവേസ്. ഐ ആം ഓൾവേസ് ഹാവ് ട്രബിൾ വിത്ത് മൈ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞേക്കാളും ഏതാണ് വരുന്നത്? അതായത് ഈ ഐ ആം എന്നുള്ളത് കൊണ്ട് ഐ ആം ഫോം ആണ് ബെറ്റർ. ഏതാണ്? ഹാവിങ്. ഐ ആം ഓൾവേസ് ഹാവിങ് ട്രബിൾ വിത്ത് മൈ നെയ്ബേഴ്സ്, അല്ലെങ്കിൽ ഐ ഓൾവേസ് ഹാവ് ട്രബിൾ വിത്ത് മൈ നെയ്ബേഴ്സ് എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. ഇവിടെ പറയുന്ന ഐ ആം എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് ഹാവിങ് ട്രബിൾ വിത്ത് മൈ നെയ്ബേഴ്സ് എന്ന് വേണം. അടുത്ത ചോദ്യം, എയ്തർ യു ഓർ ഷീ ഡാഷ് ഗോ ടു ദ ബോക്സ്. അപ്പൊ ഇവിടെ എയ്തർ എന്നാണ് അല്ലെ, എയ്തർ ഓർ ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. എയ്തർ ഓർ. അപ്പൊ എയ്തർ ഓർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വെർബ് സെലക്ട് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ നൗണിനനുസരിച്ചാണ്. ഇപ്പൊ രണ്ടാമത്തേത് എയ്തർ ഓർ, ആ ഓറിന്റെ അടുത്ത് വെച്ചിട്ടാണ് കേട്ടോ. എയ്തറിന്റെ അടുത്ത് ഓറിനടുത്ത് ആണോ വരുന്നത് അതിനനുസരിച്ചിട്ടാണ് വെർബ് ചൂസ് ചെയ്യേണ്ടത്. എയ്തർ യു ഓക്കെ ഓർ ഷീ ഡാഷ് ഗോ ബോക്സ്. അപ്പോ ഏതാണ് വേണ്ടത്? ഷീ എന്നുള്ളത് പോലെ ഷീ വരുമ്പോ ഇതിൽ ഏതാണ് പറ്റുക? ഹാസ് ആണ് അല്ലെ. ഹാസ് ഗോട്ട് ദ ബോക്സ് ആണ് വേണ്ടത്. ഹാസ് ഗോട്ട് ദ ബോക്സ്. I dash my grandfather's house in those days. I dash my grandfather's house in those days. ഇവിടെ വരുന്നത് എന്താണ്? ഞാൻ എൻ്റെ ആ ദിവസങ്ങളിൽ എന്താണ് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ വീട് സന്ദർശിക്കുമായിരുന്നു അല്ലെ. ഐ യൂസ്ഡ് ടു വിസിറ്റ് എന്നാണ് ഓപ്ഷൻ വരേണ്ടത് അല്ലെ. ഞാൻ വിസിറ്റ് ഒരു ശീലം പറയുന്നതാണ്. ഐ യൂസ്ഡ് ടു വിസിറ്റ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ്. അടുത്തത്, എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ്. എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ്. ഭാര്യ മരിച്ച ആളെ എന്താണ് പറയാ? വിഡോവർ. എന്താണ് പറയാ? വിഡോവർ എന്ന് പറയും. ആണെങ്കിൽ എന്തു പറയും? അല്ലെങ്കിൽ വിദൂരൻ. ഓക്കെ. ഈ അടുത്തത്, ഐ ഡോണ്ട് ലൈക്ക് ദ ടീ. ഐ ഡോണ്ട് ലൈക്ക് ദ ടീ. ഹി സെഡ്. ചേഞ്ച് ദ സെന്റൻസ് ഇൻടു റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനായിട്ടാണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഹി സെഡ് ദാറ്റ് ഹി ഡു നോട്ട് ലൈക്ക് ദ ടീ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഐ ഡോണ്ട് ലൈക്ക് ദ ടീ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ അത് നമ്മൾ റിപ്പോർട്ടറിലേക്ക് ആക്കുമ്പോൾ അതെന്താ? പാസ്റ്റ് ആക്കണം. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. ഹി സെഡ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ദ ടീ. ഹി ഡിഡ്ന്റ് ലൈക്ക് ദ ടീ. ഇതാണ് ആയിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, ഹെർ മദർ ഡാഷ് ലാസ്റ്റ് ഇയർ. ഹെർ മദർ ഡാഷ് ലാസ്റ്റ് ഇയർ വെന്റ് അവേ, പാസ്റ്റ് അവേ, മൂവ്ഡ് അവേ, സെറ്റ് അവേ. ഇതിന്റെ അർത്ഥം വരുന്നത് മരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഇയറിന് അവിടെ ഒരു കൃത്യമായിട്ട് ഒരു പാസ്റ്റ് ഒരു ടൈം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് വേണ്ടത്? നമുക്ക് സിമ്പിൾ പാസ്റ്റിലാണ് ഇത് പറയേണ്ടത്. അപ്പൊ ഇവിടെ എല്ലാം സിമ്പിൾ പാസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുന്ന ഏതാണ്? ആണ് വരുന്നത്. ഹെർ മദർ പാസ്ഡ് അവേ ലാസ്റ്റ് ഇയർ. അടുത്തത്, ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. അപ്പൊ അത് എന്താണ് അവിടെ വേണ്ടത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിഞ്ഞിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാൻ അല്ലെ. അപ്പൊ ഇവിടെ ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ എന്ന് വെച്ചാൽ എന്താണ്? ആർക്കും അറിയില്ല എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് അവിടെ വരുന്നത്. ഫ്യൂ എന്ന് തുടങ്ങിയാൽ അതിന്റെ അർത്ഥം അത് നെഗറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ മീൻസ് ആർക്കും അറിയില്ല എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് ടാഗ് വരുമ്പോൾ, ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ എന്ത് വേണം? പോസിറ്റീവ് വേണം. പിന്നെ ഇവിടെ ന്യൂ എന്നാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ പാസ്റ്റ് ആയിട്ടാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഡിഡ് ദേ ആൻസർ വരാം. ഓക്കെ. അപ്പൊ ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ് ക്വസ്റ്റ്യൻ ആ ഒരു സെന്റൻസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് കൊടുക്കുമ്പോൾ രണ്ട് ഓപ്ഷൻ
ഡിഡ് ദേ ചോദിക്കാം അല്ലെങ്കിൽ ഡു ദേ ചോദിക്കാം. ഇവിടെ എന്നായതുകൊണ്ട് നമ്മൾ എന്ത് ചോദിക്കും? ഡിഡ് ദേ എന്ന് യൂസ് ചെയ്യും.